ദുബായിലെ ലോക സർക്കാർ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരുകളെയാണ് ലോകത്തിന് ഇന്ന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാങ്കേതിക വിദ്യയെ സർക്കാരുകൾ ഉപയോഗിക്കണം. മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ് എന്നതാണ് തന്റെ സർക്കാരിന്റെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു.എ സന്ദർശനം പുരോഗമിക്കുകയാണ്. ഇന്ന് രണ്ടാം ദിവസമാണ് അദ്ദേഹം യു.എയിൽ സന്ദർശനം നടത്തുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെതായിട്ട് രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലോക സർക്കാർ ഉച്ചകോടിയും രണ്ടാമത്തത് അബുദാബിയിലുള്ള BAPS ഹിന്ദു മന്ദിറിൻ്റെ സമർപ്പണവും. ഇതിൽ ലോക സർക്കാർ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലോക സർക്കാർ ഉച്ചകോടിയിൽ വെച്ച് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുകയും ചെയ്തു. ലോക സർക്കാർ ഉച്ചകോടിയിൽ സംസാരിക്കവേ ലോകത്തെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരുകളെയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയെ കൃത്യമായി ഉപയോഗിക്കാൻ സർക്കാരുകൾക്കാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഉച്ചകോടിയിൽ സംസാരിച്ചു. സാങ്കേതിക വിദ്യയെ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടു. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിയമനിർമ്മാണത്തിന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ തയ്യാറാകണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ തന്റെ ഭരണ നേട്ടങ്ങൾ, ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക സർക്കാർ ഉച്ചകോടിയിൽ ലോകരാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിലെത്തും. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറിന്റെ വിശ്വാസികൾക്കുള്ള സമർപ്പണം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇന്ന് രാവിലെ ഈ ഒരു അമ്പലത്തിന്റെ പ്രാണപ്രതിഷ്ഠാ കർമ്മങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കും. ഇവിടെ നിന്ന് നേരെ വൈകിട്ട് അദ്ദേഹം ഖത്തറിലേക്കാണ് യാത്ര തിരിക്കുന്നത്. 2 ദിവസങ്ങൾ അദ്ദേഹം ഖത്തറിലുണ്ടാകും. ഖത്തർ അമീറുമായി അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.